ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. സാധാരണയായിട്ട് എല്ലാവരും ചിന്തിക്കുന്നതാണ് നാളെ എന്തുണ്ടാക്കും, രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെയൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിക്കാം. സാധാരണ എല്ലാവരുടെയും വീടുകളിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് പച്ചരി. അപ്പോൾ ആ ഒരു പച്ചരി വെച്ച് നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഒപ്പിക്കുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ml ഗ്ലാസ്സിൽ അര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത്രയും പച്ചരി കൊണ്ട് 2 പേർക്കുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. പച്ചരി നമ്മൾ ഇതുപോലെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു വലിയ സവാളയുടെ അര കഷ്ണം സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായി ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒന്ന് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഈ ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ ഇന്നിവിടെ കടുകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ വറ്റൽമുളക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങളിനി കൂടുതൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുന്ന സവാളയുടെ എണ്ണത്തിലും മാറ്റം വരുത്തണം. സവാളയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് അരിക്ക് ഞാനിവിടെ 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിവിടെ അരി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. അത്രയും ടൈമേ ആവശ്യമുള്ളൂ. പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ എടുത്തു നോക്കുമ്പോൾ കാണാം പച്ചരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചരി ഉപ്പുമാവ് റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പച്ചരി ഉപ്പുമാവ് വെറും 10 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായി മാത്രമല്ല വേണമെങ്കിൽ ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ രാവിലത്തെ ജോലി എളുപ്പമാകും. ഞാൻ സാധാരണ ഇത് പഞ്ചസാര കൂട്ടിയാണ് കഴിക്കാറ്. അതാണ് എൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ. ഇനി പഞ്ചസാരയോ കറികളോ ഒന്നും ഇല്ലാതെ വെറുതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.